ചെമ്പല്ലിയാടാ ഓടാ പൊള്ളി. എൻ്റെ അമ്മ ഇവിടെ ജങ്കുതാനുള്ളത് ടാ വല വേണാ. ഇത് പൊക്കെ ഇട്ട് പോരാളത്. അടിച്ചോ ചെമ്പല്ലിയാണോ? എടാ ചെറിയ ഒക്കെ കേട്ടോ. വരുന്നോ? ലൂസിൽ നല്ല ആറ്റം ചെമ്പല്ലിയാണ് ഗൈസ്. നമുക്കിത് ലോട്ടറി തന്നെ. അടിച്ചോ ആളെ സെറ്റ് പറ്റിയടാ. ഒട്ടും മുട്ടം പറ്റുക അടിച്ചടാ. ആ പറ്റിയ രാവിലെ സെയിം സൈസ് ഇട്ട് പോലുള്ളടാ. ഓക്കെ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ചൂണ്ടയുടെ ഇറങ്ങിയൊക്കെയാണ്. നമുക്കൊരു കിട്ടുന്ന സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ ഒരു വിളക്കുമരം ഉണ്ട് ഇവിടെ. അതിൻ്റെ താഴത്തായിട്ട് നമ്മൾ ഇടാൻ ഒരു ഐലൻഡാണ് ഈ സൈഡിൽ കാണുന്നത്. ഐലൻഡിലെ ഈ വിളക്കുമരം ഇടക്കായിട്ട് നല്ലോണം മീൻ അടിക്കുന്ന സ്പോട്ട്. നമുക്ക് കുറേ മീൻ അടിച്ചിട്ടുണ്ട്. ഒരു കാളൻ ചെടിച്ച് പോയി, ഒരു ചെമ്പല്ലി 5-6 ചെമ്പല്ലി കിട്ടി, കുറേ വറ്റ കിട്ടി. ഞാൻ എറിയണത് ഈ ലൂറാണ്, ഈ റെഡ് കട്ട് ലൂറാണ്. പിന്നെ നമുക്ക് എറിയാനുള്ളത് ഈ ഹവാസിൻ്റെ ഒരു ലൂറാണ്. ഇത് കിട്ടില്ല ലൂറാട്ടോ. ഇത് അടിച്ച് ഇതിന്മേലെ കാളാൻ ചെടിക്കണത് അടിച്ച് പാടൊക്കെ വേണ്ടി കണ്ട മീൻ അടിച്ച് പാടാക്കിയതാണ്. പിന്നെ അത് ഈ റെഡ് കട്ട് ഷാടും. ഇത്രയൊക്കെയാണ് നമ്മൾ എറിയണത്. അയ്യോ ആദ്യം ഈ ജിഗും ഇതൊരു പറ്റടിച്ച് ഈ ജിഗിലാത്താണ്. ആൻഡ് നമുക്ക് നേരെ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വരാം. കുറച്ചുണ്ട്, കുറേ ലെങ്തി വീഡിയോ ആണ്. കുറച്ച് ആസ്യൂഷൻ ഞങ്ങൾ ഇടുന്ന പോലെ അല്ല, ഷോർട്ട് വീഡിയോ അല്ല, കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടിച്ചോ സൈസാണോ? ഉക്കപ്പിടും ഡ്രാഗൺ പതി ചെമ്പല്ലിയാന്ന് തോന്നുന്നു. വെറുതെ എന്ത് റെക്കോർഡിങ്ങാണോ നോക്കി? ആ എടുത്തു ഉണ്ടോ? മീനുണ്ടോ? ഡ്രാഗൺ കൂടി വലുതാണോ? എന്തോന്നല്ലേ കാട്ടിലേക്കൂടല്ലേ ചെമ്പല്ലിയാടാ ഓടാ പൊള്ളി. ചെറിയ ചെമ്പല്ലി വടിയൊന്നുമില്ല. ഇവിടെ കാട്ടിലേക്കൂടി ഡ്രാഗൺ പിടിച്ചോ. ആടാ സെറ്റ്. എടുക്കട്ടെ? ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. ഓക്കെ ഒരുപാട് സൈസ് ഒന്നും ഇല്ല കേട്ടോ, ഒരു 1/2 കിലോ ഉള്ള സൈസ്. പക്ഷെ കിട്ടില്ല സാധനം, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. എസ്സിനാണ് അടിച്ചേക്കണത് റെഡ് കട്ട് ഷാഡ്. നമുക്ക് നേരത്തെ എപ്പോഴും അടിക്കുന്നത് കേട്ടോ. ഞാൻ അതിൽ ഊറുണ്ടെന്നും അടിച്ചില്ല, ഈ ഷാഡിൽ എപ്പോഴും അടിക്കണത് ചെമ്പല്ലി. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ അവിടെ ഫസ്റ്റ് ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. എസ്സിനായിട്ട് അടിച്ചത് ഒരു 1/4 കിലോ സൈസുള്ള ഒരു കുഞ്ഞു ചെമ്പല്ലി. കിട്ടിയ സാധനം കേട്ടോ. നമുക്ക് നമ്മുടെ റെഡ് കട്ട് ഷാഡിൽ അടിച്ചത് നമ്മുടെ സീറോ അടിക്കണ ഇവിടെ പോകുന്ന സാധനം ഇതിനാണ് അടിച്ചത്. എപ്പോഴും നമുക്ക് ഈ സാധനത്തിൽ അടിക്കണത്. ഇത് എന്താണല്ലോ ഭയങ്കര ലക്കാണ് ഈ സംഭവത്തിൽ. ഇത് എവിടെ കൊണ്ടുവരും ഏത് വാട്ടർ കണ്ടീഷനിലും അടിക്കാനുണ്ട് നമുക്ക്. നമ്മൾ കുറച്ച് നേരം അറിയാൻ തുടങ്ങിയിട്ട് നമുക്ക് ഫസ്റ്റ് അടിച്ച ഒരു ചെമ്പല്ലിയാണ്. നമുക്ക് ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കാം, വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക്. അടിച്ചോ? വറ്റാണോ? കണ്ണിയാണോ? എന്തൊരു വറ്റാണോ കണ്ണിയാണോ? ആ ഓക്കെ ഗൈസ്, നമുക്കൊരു കണ്ണി അടിച്ചിട്ടുണ്ട്. നമ്മുടെ ജിഗിലോട്ട് അടിച്ചത് എന്തേ എന്തായാലും പൊക്കണം. അധികം പൊക്കായിരുന്നാൽ മതി. ഡ്രാഗ് ലൂസ് ഇട്ടോ. പോയിട്ടില്ലല്ലേ? ആ സെറ്റ്. ഇങ്ങോട്ട് കിട്ടോ. ചേട്ടൻ ചാടും. കിട്ടി. ഈ ചടഞ്ഞാടി പോലുള്ളത്. ഓക്കെ ഗൈസ്, നമുക്ക് എസ്സിന് ഒരു കണ്ണി അടിച്ചിട്ടുണ്ട്. നമ്മൾ വറ്റക്കറിയുമ്പോൾ ആക്ച്വലി നമ്മൾ വറ്റയുടെ ജിഗ ഇട്ടത്. നമ്മളിത് ക്യാപ്പർലാൻ്റെ ജിഗാട്ടിട്ടത്. നമ്മൾ മറ്റേടെ ആക്ടിവിറ്റി കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് അടിച്ചത് കണ്ണിയാണ്, ഒരു കുഞ്ഞു കണ്ണി. ഇതിൻ്റെ കണ്ണി ഇത്രയും വലുതായിട്ടാണ് കണ്ണി എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് കാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. അടിച്ചോ? ചെമ്പല്ലിയാണോ? റെക്കോർഡിംഗ് ആണോ? ആ ഓക്കെ. പതിയെ കെട്ടിയാൽ മതി. സെറ്റ്. ഗൈസ്, നമുക്കങ്ങനെ രണ്ടാമത്തെ ചെമ്പല്ലിയാണെന്നാണ് പറയണത്. പൊങ്ങിയിട്ടില്ല ഇതുവരെ. ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. എന്താ അടിച്ചിട്ടുണ്ട്? മീൻ തന്നെയല്ലേ? ആ പൊങ്കായൊക്കെ താഴത്ത് കിടക്കട്ടെ. എവിടെ പൊങ്ങണല്ലോ? മീൻ അടിക്കുന്ന കാര്യം പറയണം. അപ്പം തന്നെ കയറി അടിച്ച്. ആ സെറ്റ്. ചെമ്പല്ലിയുണ്ട്. അന്നടിച്ച് സെയിം സൈസ്. പതി ഡ്രാഗൺ പിടിച്ചു. ഡ്രാഗില്ലേ? ആ ഡ്രാഗൺ പിടിച്ചാൽ മതി. ചെറിയ ഒക്കെ ഉള്ളു കേട്ടോ.
ഇങ്ങോട്ട് കടുവി അതിനെ കളിപ്പിക്കണ പോകും. മൂന്നാമത്തെ ചെമ്പല്ലി ഗൈസ്, മൂന്നാമത്തെ രണ്ടാമത്തെ അന്നത്തേനും കുറച്ചുകൂടി വലുതാണ്, കുറച്ചുകൂടി റെഡ് കളറൊക്കെ ഉണ്ട്. ഓക്കെ കേസ്, നമുക്ക് അങ്ങനെ രണ്ടാമത്തെ ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. ഇവിടെ മൂന്നാമത്തെ മീനാണ്. നമുക്ക് ആദ്യം ഒരു ചെമ്പല്ലി അടിച്ച് പിന്നെ ഒരു കണ്ണി അടിച്ച് മൂന്നാമത്തെ ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. ആദ്യം അടിച്ചതിനൊക്കെ കുറച്ചുകൂടി വലുതാണ്, ഒരു മീഡിയം സൈസ്, വലിയ വെയിറ്റ് ഒന്നുമില്ല, കുഞ്ഞു ചെമ്പല്ലിയാണ്, പക്ഷേ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ സാധനം അടിക്കണതൊക്കെ ഈ ഒറ്റൊരു ഷാടയിലാണ്. ഇത് എറിഞ്ഞെറിഞ്ഞ് പരിവക്കേടായി, പക്ഷേ ഈ സാധനം ഭയങ്കര റിസൾട്ടാണ് ഇവിടെ, ഒടുക്കത്തെ റിസൾട്ടാണ്. ഇത് ഏത് വാട്ടർ കണ്ടീഷനിൽ എറിഞ്ഞാലും അടിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് നാലാമത്തെ മീനാണ് കണ്ടൊക്കെയാണല്ലേ, നാലാമത്തെ ചെമ്പല്ലിയാണ് ഈ ഷാടിയിൽ തന്നെ അടിക്കണത്. ബുക്കുമായിട്ടുള്ള ഒന്നും മാറ്റിയിട്ടില്ല, എറിഞ്ഞെറിഞ്ഞ് വാലൊക്കെ കീറി തുടങ്ങി, പക്ഷേ സാധനം ഇപ്പോഴും പക്കാ റിസൾട്ടാണ്. ഇതിന് എവിടെ കണ്ടാലും ഓടിച്ചിട്ട് ഇറക്കി മേടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനോട്ടിട്ട് ബാക്കി കാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. അടിച്ചോ? ആണോ സെറ്റ് റെക്കോർഡ് ചെയ്യണോ നോക്കി അല്ലേ? പതിയെ ലൂറിലടിച്ച് യെസ്. ഗേസ് നമുക്ക് ലൂറിൽ മീൻ അടിച്ചിട്ടുണ്ട്. പറ്റിയാണ് അടിച്ചേക്കണത്, ചെമ്പല്ലിയാണോ? ആദ്യമായിട്ടാണ് ലൂറിലടിക്കുന്നത്, കളയല് കണ്ടിട്ട് കളഞ്ഞാൽ മതി. ഇങ്ങോട്ട് പറ്റിയടാ, ഒട്ടും മുട്ടം പറ്റുക. ഡ്രാഗിട്ടുടി നോക്കി സൈസ് പറ്റുക. ഇത് ചാടി പോകലടാ ഇത്. ജിമുട്ട് പറ്റുക. ഓക്കെ കേസ്, അവിടെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറി എന്നറിയാൻ പാടില്ല, നമുക്കൊരു വറ്റ അടിച്ച് കിട്ടാം. അവിടെ സ്ട്രൈക്ക് പതിയെ കുറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറിയായിരുന്നു. നോക്കി അത് കിടിലം പറ്റുക, സൈസ് പറ്റുക. നമുക്കൊരു ലൂറിലാട്ട് അടിച്ചത്, നമ്മൾ ഹവാസിൻ്റെ ഈ ലൂറിലടിച്ചത്, എസ്സിനാണ് അടിച്ചേക്കണത്. ഇതുവരെ നമുക്കൊന്നും മീനൊന്നും അടിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് അടിക്കണത്. ഹുക്കൊക്കെ വെറുതെ ഒരുമിച്ച് പോയില്ല, വെറുതെ എടുത്തെറിഞ്ഞു. അപ്പോൾ കറക്റ്റായിട്ട് കയറി അടിച്ചത്. പക്ഷേ ആടക്കണ്ട അടിക്കാനില്ലായിരുന്നു ഒന്നും, അതാ ലൂറിലെ കറക്റ്റ് അടിച്ചത്. നമുക്ക് സൈസ് കിടിലം സാധനം. പറ്റടിക്കാൻ പറയുമ്പോൾ പിന്നെ അടിച്ചുകൊണ്ടിരിക്കും, നമുക്ക് എറിഞ്ഞു നോക്കാം. ഇനി അടിച്ചോ? ഒറ്റ ചെറുതാണ്. ഫിഷ് ഓൺ റെക്കോർഡിംഗ് ആണോ നോക്കി? നല്ല ഇവിടുന്ന് പിടിക്കുന്നുണ്ട്. ചെറുതാ, ഒരുപാട് തോന്നുന്നില്ല. രാവിലെ അടിച്ച ആ സൈസ് ഉണ്ടാവും തോന്നുന്നു. ഓർക്കപ്പുറം ഞാൻ ഒരു വിടാൻ പോയിരുന്നു. മറ്റേ തന്നെ നല്ല കുത്തുകുത്തൊന്നും കൊണ്ടു. ഞാൻ എൻ്റെ അടുത്തൊക്കെ അങ്ങോട്ട് പായറാണല്ലേ. രാവിലെ സെയിം സൈസ് ഇട്ട് പോലുള്ളടെ ചെറുതാണല്ലേ. നിന്റെ ഇത്ര പിടിച്ച് പിടിക്കണല്ലേ? മറിക്കല് ഞാൻ തന്നെ എടുക്കാം. ചെറിയ ലീഡറിനെ കുറച്ചിട്ടുണ്ട് കണ്ടുകൊണ്ട്. ഉറക്കാനൊന്നും ഇല്ല എന്നല്ല അവിടെ. കേസ് നമുക്ക് രണ്ടാമത്തെ വറ്റ അടിച്ചിട്ടുണ്ട്. സൗണ്ട് കേട്ടതിൻ്റെ ഉണ്ടാക്കും സൗണ്ട് ഉണ്ടാക്കുക. കുഞ്ഞു വറ്റാട്ടെ. രാവിലെ നമുക്ക് ആദ്യം അടിച്ചതിൻ്റെ പകുതിയേ ഉള്ളൂ, പക്ഷെ നല്ല ഫൈറ്റ് ആട്ടോ ഈ വറ്റ. ഇത് ചെറിയ സൈസാണെങ്കിൽ ഒടുക്കത്തെ കുത്തു തുറന്നുണ്ട്. എൻ്റെ ഒരു സൗണ്ടും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കണം കേട്ടോ ചേട്ടാ, കറക്കറക്കെന്നൊക്കെ പറഞ്ഞിട്ട് വറ്റ അടിക്കുമായിരിക്കും. ഇനി എറിഞ്ഞു നോക്കാം. വിടണ്ട. ഡ്രാഗ് പിടി. ലൂസനാണ്, ടൈറ്റ് ആക്കാനാണ് പറഞ്ഞത്. എൻ്റെ അമ്മ ഇവിടെ ജങ്ക് സാധനമുള്ളത്. പിടിക്ക് റെക്കോർഡിങ് അല്ലേ? ആ ഓക്കെ, ഞാൻ പോവാന്ന് പറയാം. കണ്ണിയാന്ന് തോന്നുന്നു. ഗൈസ് നല്ല സൈസ് കണ്ണി അടിച്ചിട്ടുണ്ട്. കയറുമോയെന്ന് അറിയാൻ പാടില്ല. കണ്ണി ഞാൻ അടിച്ച് കയറാറില്ല. പതിയെ മീൻപോലും അറിയാണ്ട് പിടിച്ചെടുക്കും. അതിൻ്റെ അടിയിൽ കൂടണ്ട. ചാട സമ്മതിക്കല്ലേ? എടാ ഇത് സൈസുള്ളത്. വല വേണാ ഇത് പൊക്കെ ഇട്ട് പോരുള്ളത്.
മീനങ്ങനെ അണക്കാത് ആ വലിച്ചു പിടിച്ചിട്ട് പോകത്തത് ശരിടാ വിട്ട് സാരം ആ വലയുണ്ടെ സ്മൂത്തായിട്ട് കോരി എടുക്കായിരുന്നു. പതിയപ്പൊക്കെ എടുത്തു. ഞാൻ മീനെ ബാലൻസ് ചെയ്ത് എങ്ങനെ എടുക്കാൻ പറ്റും നോക്കാം. കണ്ണിയല്ലടാ ഇത് തിരിതി തോന്നടാ. ആ ചാടി പോവല്ലോ. ഇത് കണ്ണിയല്ലല്ലോ. കണ്ണ് സാൽമണാണോ? അല്ലല്ല. ഓക്കെ ഗൈസ്, നമുക്ക് നല്ല നീട്ടുള്ളൊരു മീനെ കിട്ടിയിട്ടുണ്ട്. എന്ത് മീനാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റില്ല. കണ്ടിട്ട് തിരുതാണെന്നാണ് ഞങ്ങൾ പ്രാഥമിക നിഗമനം. അടിച്ചു കഴിയുമ്പോൾ ചാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം കണ്ണിയാന്ന് വെച്ചാൽ വലിച്ച് കയറ്റി. പക്ഷേ കണ്ണിയല്ല ഇത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള മീനാണ്. ഭയങ്കര വില കേട്ടോ. നല്ല ചാട്ടമൊക്കെ നടന്നിട്ട് കണ്ടിട്ട് ഏതാണ്ട് വാരക്കോടനൊക്കെ ലുക്ക് ഉണ്ട്. പക്ഷേ വാരക്കോടൊന്നും അല്ല കേട്ടോ. ഏതാണ്ട് ആ ഒരു ലുക്കിക്ക് തോന്നുന്നുണ്ട്. കാണാൻ ഭയങ്കര ഭംഗി, ഒരു രക്ഷയില്ലാത്ത മീൻ. കാണാൻ ഭയങ്കര സിൽവർ കളർ. നോക്കി ലൈറ്റ് കടിക്കുമ്പോൾ ഷൈനിങ് ഭയങ്കര നല്ല കിടിലം വായി. അയ്യോ പോയിൻ്റെ ഗ്രിപ്പർ ഇട്ടിട്ടുണ്ട്. പോയില്ലട്ടോ അങ്ങോട്ട്. ഈ വാവലം ഇട്ട് പോയാലും. അപ്പോൾ പേരറിയാമെങ്കിൽ ആരെങ്കിലും ഒറിജിനൽ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ കുറേ നേരമായിട്ട് അടിച്ചാൽ കേട്ടോ. നമുക്ക് മടുത്തിട്ട് പോകാൻ പറ്റില്ല. ലാസ്റ്റ് അടിച്ച മീനാണ്. വെറുതാണോ? ഡ്രാഗ് ലൂസ് ഡ്രാഗ് കറക്റ്റാണേ. എടാ ലൂസാണെന്ന് നോക്ക് നീ. വെറുതെ ഇരിക്കില്ലേ? കറക്റ്റല്ലേ? ഉടക്കിയ പോയാ? ഇല്ലല്ല. ഡ്രാഗ് നോക്ക്. ഇനി വിട്ടെടുത്തവനാ. ചെറുതാണോ? ഇപ്പം വെച്ചിട്ട് പോണേ തന്നെ പറ്റിയാണോ? എന്നുവെച്ചാൽ മീനെ ഒരുപാട് വിട്ടുകളയരുത്. ആ ഒരു പോയിന്റ് നിർത്തണം. ഓക്കെ, നമുക്ക് പിന്നെ മീൻ അടിച്ചിട്ടുണ്ട്. മിസ്സും മീൻ അടിക്കാൻ ഒരുമിച്ചാട്ടാ. വലിയ ഊറിനെ പറ്റി മെത്ത് വരില്ലേ? കുട്ടിയുടെ പോലെ കയറി കുട്ടികൾക്ക് അങ്ങനെ വെച്ചാൽ കൈ പോവും. പ്രളയം പിടിച്ചിട്ട് കൈ പോവും. കുട്ടി കൊണ്ട് പറഞ്ഞ് പൊട്ടി മോട്ടാ പൊക്കി വന്നാ ചെമ്പല്ലി. സീനില്ല കയറ്റി എന്നാലും കയറ്റി. നല്ല ആറ്റം ചെമ്പല്ലിയാണ് ഗൈസ്. നമുക്കിത് ലോട്ടറി തന്നെ. കിട്ടുന്ന സൈസ് സാധനമുള്ള ഇത് സൈസാടാ. ലൂസ് കളയണ്ട. നല്ല ലുക്കാണ്. പക്ഷേ മയില് പിടുത്തം കിട്ടണല്ലോ ഇതിന്. എസ്കൈസ് ചെമ്പല്ലി എല്ലാ ഊക്കും കയറിയിട്ടുണ്ട്. 3 കയറിയിട്ടുണ്ട് കയറിട്ട് വന്ന്. ഓ പൊളി. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു മീൻ പോയപ്പോൾ ഇതിനടുത്ത മീൻ അടിച്ചു കിട്ടാം. ആദ്യം ഒരു കാളാച്ചടിച്ച് മിസ്സായി പോയി. അത്യാവശ്യം വലിയ മീനാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഓവർ സൈസ് മീനെ അടിച്ച് പരിചയമില്ലാത്ത കാരണം ഞങ്ങൾ ഡ്രാഗിലൊന്നും നിന്നില്ല. മീൻ ഹുക്ക് സ്മൂത്തായിട്ട് പറഞ്ഞാൽ ഹുക്കെന്ത് അത്ര ഹുക്ക് നിവർന്നു പോയി. അത്രേ കഥയുള്ളൂ. ഇതിൻ്റെ ഹുക്കെന്ന് മാറി 2 ഇട്ടപ്പോൾ തന്നെ ചെമ്പല്ലി അടിച്ച്. നമുക്ക് സൈസ് ചെമ്പല്ലി കിട്ടാം. ഇപ്പം അടിച്ച ലെസ്സിനെല്ലാം അടിച്ചാൽ 2 അടിച്ച മതി തന്നെയാണ്. പക്ഷെ ആദ്യം അടിച്ച് കയറിയത് മുതലായിരുന്നത്. പക്ഷെ എന്ത് പോയി മിസ്സായി പോയി. കാളാഞ്ചി കയറ്റാൻ കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. ചെമ്പല്ലി നമുക്ക് പിടിച്ച് പരിചയമുള്ളൂ. ഇപ്പോൾ ഇത്രയും വലുത് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടണമെങ്കിൽ ചെറുതായിരുന്നു. ഇന്ന് വലുത് കിട്ടി കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ നല്ല മീൻ അടിക്കാം. നമുക്ക് എറിഞ്ഞ് നോക്കാം. കുറച്ചുകൂടി എറിഞ്ഞ് നോക്കാം. ഈ ലൂറ് ഒന്നും പറയണ്ട, എക്സെപ്ഷണൽ ലൂറാണ്. ഒരു രക്ഷയില്ല. ഹവാസിൻ്റെ ഒരു ക്യാൻഡി കളർ ലൂറാണ്. ഇതിൻ്റെ ഉപ്പാണെന്ന് തോന്നുന്നു. അവിടെ ഹുക്ക് പറഞ്ഞ് പോയത്. പക്ഷേ ഈ കളറിൽ മീൻ അടിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മേടിക്കുമ്പോൾ ഒറിജിനൽ തന്നെ മേടിക്കാൻ നോക്കാം. മാക്സിമം ഈ ക്വാളിറ്റി കുറയ്ക്കേണ്ട ഉപ്പാണെങ്കിൽ ഞാൻ ഹുക്കൊക്കെ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോയതാണ്. മറ്റേ ഹുക്ക് സ്മൂത്തായിട്ട് തുറന്നു പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. ആ പുള്ളി പറഞ്ഞ കേട്ടില്ലേ? അമ്മ ഇങ്ങനെ പോയി പറഞ്ഞാൽ പിടിക്കണത്. അടിച്ചാ അതിനാണ് ഹമൂറ ഗ്രൂപ്പറിനെ അടിച്ച് കയറ്റിയേക്കണ്. എൻ്റെ പൊളി. ഓക്കെ ഗൈസ്, നമുക്കൊരു ഹമൂറ അടിച്ചിട്ടുണ്ട്. സൈസ് കുറച്ച് കൂടുതലായിട്ടാണ് ഇങ്ങനെ വെച്ചെടുക്കണത്. എൻ്റെ ഒരു ചൊട്ടയുണ്ട്. ഊറിക്കണമൊക്കെ മെയിനായിക്കണ നോക്ക്. ഇതിനൊക്കെ അടിക്കാൻ വന്നാട്ടോ അവൻ. നോക്കി എൻ്റെ പൊന്നെ. അയ്യോ ചാടി പോലെ കഥ പറഞ്ഞിട്ട് എന്തെങ്കിലും റിലീസ് കിട്ടാം. നമ്മൾ ചെറുതാണ്. ഇത് ഹമൂറാണെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക നിഗമനം. ഹമൂറിന് ആയിരിക്കുമല്ലേ? വേറെ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് പിന്നെ അടിച്ചത് സെയിം ലൂർ തന്നെ കേട്ടോ. ഹവാസിൻ്റെ ആയിരുന്നു ഇത് ഡൂപ്പ്. ഹവാസിൻ്റെ ലൂറ്. ഇതിൻ്റെ അകത്ത് നടക്ക് മീനൊക്കെ ഉണ്ട്. എൻ്റെ ഞണ്ടൊക്കെ ഇരിക്കണ അതിനകത്ത്
വലിയ ഡാമേജ് ഒന്നും ഇല്ല, അതുകൊണ്ട് സീനില്ല, സർവൈവ് ചെയ്തോളൂ, നമുക്ക് റിലീസ് ചെയ്തേക്കാം. ഇത്രയും സീരിയസ് ഇത് കാര്യം നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, വളർത്താനും പറ്റത്തില്ല, തിന്നാനും പറ്റത്തില്ല, പിന്നെ അത് കൊന്നുള്ള കാര്യമില്ലല്ലോ. റിലീസ് ചെയ്തേക്കാം. റിലീസ് ചെയ്യട്ടെ. പോയിട്ടുണ്ട് കൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫിഷിങ് വൈൻഡപ്പ് ചെയ്യണം. എൻ്റെ അനുസരിച്ച് ലൂറോടെ ഉടക്കിയിട്ടുണ്ട്, ഇനി എടുക്കണം. അവർ ലൈറ്റ് പോയി തുടങ്ങി, പിന്നെ ഇനി അടിച്ച് നമുക്ക് വീഡിയോ കിട്ടത്തില്ല. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.